ഹലോ സാർ, നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കിച്ചൻ്റെ ഡിസൈൻ ഒന്ന് റീവർക്ക് ചെയ്ത് കാണിക്കും. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇതിൽ നോർമലി ഇത് ഡബിൾ ഡോർ യൂണിറ്റ്, ഇത് ഡബിൾ ഡോർ യൂണിറ്റ്, ജസ്റ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് 21 എന്നുള്ള GTPT യൂണിറ്റ്, താഴെ സിങ്കിൻ്റെ യൂണിറ്റ്, ഇത് നോർമൽ ഡബിൾ ഡോർ യൂണിറ്റ്. ഈ കോർണറിലേക്ക് വരുമ്പോൾ ഈ കോർണർ എന്ന് പറയുന്നത് എൽ ഷേപ്പ് കോർണർ യൂണിറ്റ്. നിങ്ങൾക്ക് ഈ രണ്ട് ഡോറും ഒരുപോലെ തുറക്കും, എൽ ഷേപ്പിൽ അത് യൂസ് ചെയ്യാം, സ്പേസ് യൂസ് ചെയ്യാം. ഇത് 2D പുള്ളൗട്ട് ചെയ്യും. ഈ ഇപ്പം ഈ 2D പുള്ളൗട്ട്. ഇത് ഹോബിൻ്റെ യൂണിറ്റ്, മുകളിൽ കട്ട്ലറി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി. താഴെ അടുത്ത യൂണിറ്റ് ഈ പെന്ന് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഡ്രോയറാണ്, 3 ഡ്രോയറാണ്. അതിനകത്ത് ഈ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രോയർ സീരീസ്. പിന്നെ ഇത് നോർമൽ കോർണർ യൂണിറ്റ്, ഇതിൻ്റെ ഈ ഒരു ഡോർ മാത്രം തുറക്കും ചെയ്യും. പിന്നെ ഒരു ഡബിൾ ഡോർ യൂണിറ്റ്, അതുപോലെ തന്നെ ഈ സൈഡിൽ ഡബിൾ ഡോർ യൂണിറ്റ്, കോർണർ. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. പുളി വരുന്ന നോർമൽ ഡബിൾ ഡോർ യൂണിറ്റുകളാണ്. അടുത്ത വരുന്ന യൂണിറ്റ്, അഞ്ചാമത്തെ യൂണിറ്റ് 2 ഡ്രോയറാണ്. അത് ഈ പ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് 2 ഡ്രോയർ. സിങ്കിൻ്റെ യൂണിറ്റ്, ഇത് നോർമൽ കോർണർ യൂണിറ്റ്, ഒരു ഷേപ്പിലല്ല, നോർമൽ കോർണർ യൂണിറ്റ്. ഇതൊരു ഡബിൾ ഡോർ യൂണിറ്റ്. പിന്നെ വാൾ യൂണിറ്റ് ഒരു GTPT യൂണിറ്റാണ്. ഇത് നോർമൽ ഡബിൾ ഡോർ യൂണിറ്റ്. ഇതിൻ്റെ താഴെ ഡിഷ് വാഷർ വെക്കാനാണ് ഇവിടെ കൊടുത്തത്. വേണം നമ്മുടെ ഡിസൈൻ കൊടുക്കുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ, ഇതിനകത്ത് ഓരോ യൂണിറ്റിനും ഓരോ നമ്പറുണ്ട്. അപ്പോൾ ഏതെങ്കിലും യൂണിറ്റ് ചേഞ്ച് ചെയ്യണം, ആ യൂണിറ്റിൻ്റെ നമ്പർ പറയുവാണെങ്കിൽ ആ യൂണിറ്റ്